Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും KSRTCയുടെ പ്രിയദർശിനി സൗജന്യയാത്ര ജൂൺ 15 മുതൽ ആരംഭിക്കാനിരിക്കെ കണ്ണൂർ ജില്ലയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും ഓർഡിനറി സർവീസ് ഇല്ല. ഓർഡിനറി സർവീസിന്റെ അഭാവമുള്ളതിനാൽ പ്രിയദർശിനി സൗജന്യയാത്ര ആനുകൂല്യം പരിമിതമാകും. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും KSRTCയുടെ പ്രിയദർശിനി സൗജന്യയാത്ര ജൂൺ 15 മുതൽ ഓർഡിനറി സർവീസിൽ ആരംഭിക്കാനിരിക്കെ കണ്ണൂർ ജില്ലയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും ഓർഡിനറി സർവീസുകളില്ല. ഓർഡിനറി സർവീസിന്റെ അഭാവമുള്ളതിനാൽ കണ്ണൂർ ജില്ലയിൽ പ്രിയദർശിനി സൗജന്യയാത്ര ആനുകൂല്യം പരിമിതമാകും. കണ്ണൂർ ജില്ലയിൽ KSRTCക്ക് ആകെയുള്ളത് 180 ഓർഡിനറി സർവീസ് മാത്രമാണ്. തലശ്ശേരി ഡിപ്പോയിൽ 44, പയ്യന്നൂർ ഡിപ്പോയിൽ 64, കണ്ണൂർ ഡിപ്പോയിൽ 72 എന്നിങ്ങനെയാണ് ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ലിമിറ്റഡ് TT ബസ്സുകളെല്ലാം നിലവിൽ ഓർഡിനറി സർവീസ് വിഭാഗത്തിലുള്ളതാണ്. പല ഗ്രാമീണ റൂട്ടുകളിലും KSRTC സർവീസ് പരിമിതമാണ്. കണ്ണൂർ, തലശ്ശേരി, മട്ടന്നൂർ, ഇരിട്ടി, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് KSRTC സർവീസുകൾ. ഇതിലേറെയും ദീർഘദൂര സർവീസുകളാണ്. ജില്ലയിൽ 245 ബസ്സുകളാണ് KSRTCക്കുള്ളത്. കണ്ണൂരിൽ 108, പയ്യന്നൂരിൽ 76, തലശ്ശേരിയിൽ 61 എന്നിങ്ങനെയാണ് ബസ്സുകളുടെ എണ്ണം. 3 ഡിപ്പോകളിലായി ദിവസം 902 ട്രിപ്പുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിക്കാൻ മിക്ക MLA-മാർക്കും നിവേദനം ലഭിക്കുന്നുണ്ട്. ബസ് സർവീസ് ഇല്ലാത്ത നാട്ടിൻപുറങ്ങളിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് KSRTC സർവീസ് തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ പോലെ കൂടുതൽ KSRTC സർവീസുകൾ കണ്ണൂർ ജില്ലയിലും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ദേശീയപാത വികസനം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ എടാട്ട് കണ്ണങ്ങാട്ട് പ്രദേശത്ത് പുതിയൊരു അടിപ്പാത കൂടി അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. നിലവിൽ ഇവിടെ ഒരു അടിപ്പാത നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായ സ്ഥലത്തല്ല പണിതിട്ടുള്ളതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അത്രയും ഹൈറ്റിലാണ് ഈ ഒരു പാത ഉള്ളത്. അപ്പോൾ വീണ്ടും അത് പൊളിച്ച് ഒരു അണ്ടർപാസ് പണിയുക എന്ന് പറഞ്ഞാൽ അത്രയും വരുമാനത്തിൽ നഷ്ടം വരുന്ന കാര്യങ്ങളാണ്, പണത്തിൻ്റെ നഷ്ടം വരുന്ന കാര്യമാണ്. വീണ്ടും ജനങ്ങൾ പൊടി തിന്നേണ്ടി വരും. മഴക്കാലമാകുമ്പോൾ ചളിയൊക്കെ ആയിട്ട് വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഈ കാര്യം പോസിബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ വികസനവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വികസനം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ എന്താണ്, അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ രീതിയിൽ എല്ലാ പദ്ധതികളെയും വിനിയോഗിക്കുക എന്നുള്ളതാണ്. ദേശീയപാത വികസനം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ എടാട്ട് കണ്ണങ്ങാട്ട് പ്രദേശത്ത് പുതിയൊരു അടിപ്പാത കൂടി അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. നിലവിലിവിടെ ഒരു അടിപ്പാത നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായ സ്ഥലത്തല്ല പണിതിട്ടുള്ളത് എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന കാലത്ത് ആദ്യം ഇതിനു വേണ്ടിയുള്ള പൈലിങ്ങും ഇതിൻ്റെ മണ്ണ് പരിശോധനയും എല്ലാം നടത്തിയത് ഈ കണ്ണങ്ങാട് റോഡിന് നേരെ തന്നെയാണ്. ഈ കണ്ണങ്ങാട് റോഡ് നേരെ തന്നെ ഇത് ആരംഭിക്കുകയും തൊട്ടപ്പുറത്ത് പില്ലർ വാർക്കുന്ന പണി ആരംഭിച്ചു. ഞങ്ങൾ കരുതിയത് ഇത് എടാട്ട് പെരുമപ്പുഴ മുതൽ ഈ കണ്ണങ്ങാട് ബസ് സ്റ്റോപ്പ് വരെ പില്ലറിൻ്റെ മുകളിൽ, പാലത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഈ റോഡ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ണങ്ങാട് ബസ് സ്റ്റോപ്പിലെല്ലാം പാലത്തിൻ്റെ മുകളിൽ പോകുമ്പോൾ തന്നെയാണ് കരുതിയത്. അങ്ങനെ തന്നെയാണ് പില്ലറിൻ്റെ വർക്ക് ആരംഭിക്കുന്നത്. പെട്ടെന്നാണ് പില്ലറിൻ്റെ വർക്ക് പൂർത്തിയായതിനു ശേഷം പെട്ടെന്നാണ് ഈ ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തി ഇതുപോലെ മുകളിലൂടെ പോകുന്ന രീതിയിലേക്ക് മാറ്റി ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ ഈ ഹൈവേ ഡിവിഷൻ്റെ ആൾക്കാരെ എല്ലായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ എല്ലാ എസ്റ്റിമേറ്റും പൂർത്തിയായി കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു, ഇതിന് മുകളിൽ മറ്റൊരു കാര്യം ചെയ്യാൻ വേണ്ടി കയ്യിലാണത്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇത് പില്ലറിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോകണം. ഇത് മാത്രമല്ല, ഇത് ഈ പില്ലറിൻ്റെ മുകളിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ നിന്ന് മുതൽ പെരുമ്പപ്പുഴ വരെയുള്ള ചതുപ്പ് നിലമാണ്. ആ ചതുപ്പ് നിലത്തിൽ ഇപ്പം മാറ്റം പറ്റിയെന്ന് പറഞ്ഞു കേട്ടത്. ആ ചതുപ്പ് നിലത്തിൽ ഇതുപോലെ ഉയർത്തിയിട്ട് റോഡ് പോകുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളുടെ കൃഷിയിടം നശിച്ചു പോയി കഴിഞ്ഞു.
വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇതെല്ലാമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട സമയത്തെല്ലാം ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി കഴിയില്ല. ഇത് എഞ്ചിനീയറിംഗ് പ്ലാൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാതെ അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇത് എസ്റ്റിമേറ്റ് നൽകിയത്. അത് പ്രകാരം മാത്രമേ നിർമ്മിക്കാൻ വേണ്ടി കഴിയൂ എന്ന രീതിയിൽ പറയാതെ ചെയ്തു. പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് നേരത്തെ എടാട്ട് കണ്ണങ്ങാട്ട് സ്റ്റോപ്പിൽ ഒരു അടിപ്പാത പണിതുയർത്തിയത്. എന്നാൽ ഇത് കണ്ണങ്ങാട് റോഡിന് നേരെയായിരുന്നു വരേണ്ടിയിരുന്നത്. നിലവിൽ അനുചിതമായ സ്ഥലത്താണ് അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇതുമൂലം പ്രദേശവാസികൾക്ക് കടുത്ത യാത്രാ ദുരിതവും നിത്യേന എന്നോണം അപകടങ്ങളും സംഭവിക്കുന്നുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നു. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നമ്മൾ വലതുവശത്ത് കൂടെ എടുത്തിട്ടാണ് പോകുന്നത്. ഈ വലതുവശത്തൂടെ എടുത്ത് പോകുന്നതേ തെറ്റാണ്. വലതുവശത്തൂടെ എടുത്ത് പോയതിന് ശേഷം ഒരുപാട് ആക്സിഡൻറ്റുകൾ പറ്റി. ഇപ്പം അതുപോലെ തന്നെ കുട്ടികൾ ഇത് നടപ്പാതയിലേക്ക് നടന്നു പോകുമ്പോൾ അവർക്കും പോയി വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യം. ഇതുകൊണ്ടാണ് നമ്മളൊരു ഈ എടാട്ട് കേന്ദ്രീയ വിദ്യാലയ റോഡിന് നമുക്കൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ നമുക്കൊരു അണ്ടർപാസ് വേണം എന്നൊരു ഒരു അടുത്ത അപകടങ്ങളും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വേണം എന്നുള്ളൊരു നിർദ്ദേശിച്ചൊരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് അതിനുവേണ്ടി നമ്മളൊരു സമരമുഖത്തേക്ക് നമ്മൾ ഇറങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് കണ്ണങ്ങാട് റോഡിന് നേരെ തന്നെ പുതിയൊരു അടിപ്പാത കൂടി വേണമെന്ന ആവശ്യവുമായി ഇവർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതേസമയം ദേശീയപാത നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞ ഈ ഘട്ടത്തിൽ നടത്തുന്ന സമരത്തിനെതിരെ മറുചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അണ്ടർപാസിന്റെ നിർമ്മാണ വേളയിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താതെ പണി അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ സമരവുമായി ഇറങ്ങുന്നതിൽ എന്ത് കാര്യമാണെന്നാണ് വിമർശകരുടെ ചോദ്യം. ഞങ്ങൾ ആദ്യം തന്നെ അധികാരികൾക്ക് മുമ്പിൽ വെച്ചതാണ്. ഇതിൻ്റെ എൻജിനീയറിംഗ് വിഭാഗത്തിൻ്റെ മുന്നിലും അതോടൊപ്പം തന്നെ മേഘാ കൺസ്ട്രക്ഷൻ്റെ മുമ്പിലും നമ്മൾ ഇക്കാര്യം പറഞ്ഞതാണ്. ഈ ഒരു 2 വേ അത് യഥാർത്ഥത്തിൽ പ്രായോഗികമല്ല. ജനങ്ങൾക്ക് വേണ്ടി, ഭാവി തലമുറക്ക് വേണ്ടി ഈ സമരം ഞങ്ങളത് ശക്തമായി ഏറ്റെടുക്കുകയാണ്. ഇത് പൊളിച്ച് തന്നെ ഒരു പുതിയ പാത നിർമ്മിക്കേണ്ടത് ഈ നാടിന് അനിവാര്യമാണ്. മാത്രമല്ല, ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം അംഗീകരിച്ച് പുതിയ അടിപ്പാത പണിയണമെങ്കിൽ നിലവിൽ നിർമ്മിച്ചു കഴിഞ്ഞ കൂറ്റൻ കോൺക്രീറ്റ് മതിൽ പൊളിച്ചു നീക്കേണ്ടി വരും. ഇത് വൻ സാമ്പത്തിക നഷ്ടത്തിനും പാത നിർമ്മാണം വീണ്ടും നീണ്ടുപോകുന്നതിനും കാരണമാകുമെന്നതിനാൽ വരും ദിവസങ്ങളിൽ ഈ വിഷയം പ്രദേശത്ത് വലിയ ചർച്ചകൾക്ക് വഴിമാറ്റുമെന്ന് ഉറപ്പാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കായിക താരം സ്വന്തം റെക്കോർഡ് ഭേദിക്കുന്നത് പോലെ നമ്മുടെ നാട് പച്ചപ്പിന്റെ റെക്കോർഡ് ഭേദിക്കണമെന്ന് ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ. ജൂൺ 23-ന് തൃക്കരിപ്പൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒളിമ്പിക് ഫോറസ്റ്റ് വൃക്ഷത്തൈ നടൽ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക ഒളിമ്പിക്സ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഞാൻ എടുത്ത ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടെല്ലാം ഓടിച്ചാടി കളിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു മരം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സജീവട്ടനാണ് വിളിച്ചത്. പിന്നെ നമ്മളെ പപ്പമാഷ് എടുത്ത എച്ചമല്ലേ പപ്പമാഷയുടെ എച്ചമ്മ ഞാൻ ഇന്നാണ് അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇത് സ്കൂളിന് ഏറ്റവും ഭയങ്കരമായിട്ട് ഗുണമുണ്ടാവും. കാരണം കലോത്സവം ഏത് പരിപാടിക്കും ഓടിച്ചാട്ടി നടക്കുന്നതാണ്. എല്ലാ മാഷും ഏറ്റവും പ്രിയപ്പെട്ട രാജശേഖരൻ മാഷ് പല സ്കൂളുണ്ടാകുമ്പോൾ ഞാൻ പോയി ഒരുപാട് പരിപാടിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം സ്കൂളിൻ്റെ ഇനിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉഷാറായി വരട്ടെ. ഇത് നമ്മളിതിനെ സംരക്ഷിക്കണം. ഒരു തൈ നടുന്നത് ഒരു ഒളിമ്പിക് ഇനമാണ്. അത് ക്ഷമയുടെയും ഭാവിയുടെയും ഇനമെന്നും ഉണ്ണിരാജ് ചെറുവത്തൂർ കൂട്ടിച്ചേർത്തു. താൻ പഠിച്ച വിദ്യാലയത്തിന്റെ മണ്ണിൽ വൃക്ഷം നടാൻ കഴിഞ്ഞത് അഭിമാനമായാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തായ്ലൻഡ് മാവിൻ തൈയാണ് സ്കൂൾ പ്രവേശന കവാടത്തിനടുത്തായി നട്ടത്. ദിനാചരണ ഭാഗമായി കായികം ഐക്യം ഹരിതം എന്ന സന്ദേശമുയർത്തി ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും വരും ദിവസങ്ങളിൽ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടും. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രതീഷ് മീത്തൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം അച്യുതൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ടി ഗീത, സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി പത്മനാഭൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം കെ രാജശേഖരൻ, പി വി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. കെ വി രാമകൃഷ്ണൻ, എം രാമകൃഷ്ണൻ, ടി പവിത്രൻ, കെ വി ബാബു, കെ മധുസൂദനൻ, സജീവൻ വെങ്ങാട്ട്, മനോജ് പള്ളിക്കര, എം എം ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കാൽപന്ത് കളിയോടുള്ള അടങ്ങാത്ത ആവേശവുമായി തൃക്കരിപ്പൂർ പടന്ന സ്വദേശി ശശിധരൻ ചൊക്കിക്കണ്ടം. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ജർമ്മനിയുടെ ഓരോ മത്സരവും ആവേശത്തോടെ പിന്തുടരുന്ന ഇദ്ദേഹം ഇനിയുള്ള രാത്രികൾ തന്റെ പ്രിയ ടീമിന്റെ വിജയത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഇരമ്പിയാർക്കും തിരമാലകൾ പോലെ, ഇടനെഞ്ചു പിടയും ഇടിനാദങ്ങൾ പോലെ, ഇനിയും ഒരംഗത്തിനു ബാല്യവുമായി, ഇനിയും ഒരംഗത്തിനു വീര്യവുമായി. പടക്കുതിരകളായി പോരിനിറങ്ങിയ പഴയ കാലം ഇനിയും പിറക്കും. പകരക്കാരനില്ലാത്ത പോരാളിയായി പുതുകാലം ഇനിയും രചിക്കും. ഞാനിപ്പോഴുള്ളത് തൃക്കരിപ്പൂർ പടന്നയിലാണ്. ഇവിടെ KV ശശിധരൻ എന്ന ഇദ്ദേഹം 16 വർഷങ്ങൾക്ക് മുൻപ് തെങ്ങിൽ നിന്ന് വീണ് അപകടം പറ്റി അരയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ ഇപ്പോൾ ഫുട്ബോൾ ആരവങ്ങൾ ലോകത്തെമ്പാടും നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും ആ ആരവം ഉണരുകയാണ്. But after suspended midfielder Teboho Mokoena was fielded in the 3-0 victory of Lesotho, result was overturned. 3 points lost left them needing at least 4 points from the final. ഞാൻ ജോലിക്കിടയിൽ വീണിട്ട് ഒരു 15 വർഷത്തിലേറെയായി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കളി കണ്ടിട്ടുണ്ട്, അതിന് ശേഷവും കുറേ തവണ ഞാൻ ലോകകപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ലോകകപ്പ് കാണാനുള്ള ആവേശത്തിലാണ് ഞാൻ. വിധി തളർത്തിയ ശരീരത്തെ അടങ്ങാത്ത കായികാവേശം കൊണ്ടും അക്ഷരക്കരുത്തുകൊണ്ടും തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പടന്ന ചൊക്കിക്കണ്ടം സ്വദേശിയായ KV ശശിധരൻ. തെങ്ങുകയറ്റത്തിനിടെയുണ്ടായ അപ്രതീക്ഷിത അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായെങ്കിലും മനസ്സിന്റെ കരുത്തുകൊണ്ട് ജീവിതത്തെ സജീവമാക്കി നിർത്തുകയാണ് ഈ 55-കാരൻ. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ശശിധരന്റെ മനസ്സിന് എന്നും ആവേശം പകരുന്നത് കാൽപന്ത് കളിയാണ്. ലോകകപ്പ് ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ അദ്ദേഹത്തിന് ജർമ്മനിയോടാണ് കടുത്ത ആരാധന. ചെറുപ്പം മുതലേ തുടങ്ങിയ ജർമ്മൻ പ്രണയം ഇന്നും ഒട്ടും ചോർന്നു പോയിട്ടില്ല. രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞും ടിവിയിൽ കളി കാണാൻ അദ്ദേഹം കാത്തിരിക്കുന്നു. പ്രിയ ടീമിന്റെ ഓരോ മത്സരവും അതീവ ആവേശത്തോടെയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഇനിയുള്ള രാത്രികൾ തന്റെ പ്രിയ ടീമിന്റെ വിജയത്തിനായുള്ള കാത്തിരിപ്പിലാണെന്ന് ശശിധരൻ പറയുന്നു. ഫുട്ബോൾ ആവേശത്തിനൊപ്പം ശശിധരന്റെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നത് വായനയും എഴുത്തുമാണ്. പ്രീ ഡിഗ്രിക്ക് ശേഷം കുടുംബഭാരം കാരണം പഠനം ഉപേക്ഷിച്ച് തോണി തുഴഞ്ഞും തെങ്ങ് കയറിയും ജീവിക്കുന്നതിനിടയിലായിരുന്നു അപകടം. എന്നാൽ ദുരനുഭവങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇദ്ദേഹം എഴുതിയ നീരുറവ, ചിറകറ്റ പക്ഷികൾ എന്നീ കവിതാ സമാഹാരങ്ങളും 2 കഥാസമാഹാരങ്ങളും ഇതിനകം പ്രസിദ്ധീകരിച്ചു. കവിത എഴുതാനാണ് ശശിധരന് കൂടുതൽ താല്പര്യം. 2015 പ്രണയം എന്ന കവിതയ്ക്ക് യുവ കലാസാഹിതി പുരസ്കാരവും സ്നേഹതീരത്തെ തണൽമരങ്ങൾ എന്ന കഥയ്ക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ സംസ്ഥാനതല മത്സരത്തിൽ 1ാം സ്ഥാനവും ലഭിച്ചു. സ്കൂൾ കാലം തൊട്ടുള്ള വായനാശീലം നിലനിർത്താൻ സുഹൃത്തുക്കൾ ഇന്നും വായനശാലകളിൽ നിന്ന് പുസ്തകങ്ങൾ വീട്ടിലെത്തിച്ചു നൽകുന്നുണ്ട്. വായനയ്ക്കിടയിൽ പഴയ പാട്ടുകൾ കേൾക്കുന്ന പതിവുള്ള ശശിധരന് 100ഓളം ഗാനങ്ങൾ കാണാപാഠവുമാണ്. എഴുത്തും വായനയും പ്രിയപ്പെട്ട ഫുട്ബോളും നൽകുന്ന വലിയ പ്രതീക്ഷകളിലാണ് ശശിധരന്റെ ഓരോ ദിനങ്ങളും കടന്നുപോകുന്നത്. പ്രതിസന്ധികളിൽ ഒന്നും തളരാതെ ഇന്നും തന്റെ ഇഷ്ടവിനോദമായ ഫുട്ബോളിനെ നെഞ്ചേറ്റി ജീവിക്കുകയാണ് ശശിധരൻ. എന്തായാലും തന്റെ ഇഷ്ട ടീമായ ജർമ്മനിക്ക് വേണ്ടി അദ്ദേഹം ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് രാമതളിയിൽ 20,000 രൂപ പിഴ ചുമത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ശരിയായ രീതിയിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്നില്ല എന്നും മാലിന്യങ്ങൾ പൂർണ്ണ തോതിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ല എന്നും പരിശോധനയിൽ കണ്ടെത്തി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാമന്തളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ഏഴിമലയിൽ പ്രവർത്തിച്ചു വരുന്ന ഏഴിമല ആയുർവേദ വെൽനസ് റിസോർട്ടിന് 15,000 രൂപയും രാമന്തളിയിൽ പ്രവർത്തിച്ചു വരുന്ന കക്കോപ്രവൻ രാമൻ എൻക്ലേവിന് 5,000 രൂപയും പിഴ ചുമത്തി. ഏഴിമല ആയുർവേദ വെൽനസ് റിസോർട്ടിൽ നടത്തിയ പരിശോധനയിൽ റിസോർട്ടിന് പിറകിൽ 2 വലിയ കുഴികളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, അലുമിനിയം ഫോയിലുകൾ, പേപ്പറുകൾ, ഡയപ്പറുകൾ എന്നിവ വലിയ ബാഗുകളിലും അല്ലാതെയും തള്ളുകയും കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു വരുന്നതായി കണ്ടെത്തി. പ്രദേശത്ത് ഭക്ഷണാവശിഷ്ടത്തിന്റെ വലിയ രൂക്ഷഗന്ധവും അനുഭവപ്പെട്ടു. ശരിയായ രീതിയിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്നില്ല എന്നും മാലിന്യങ്ങൾ പൂർണ്ണതോതിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ല എന്നും പരിശോധനയിൽ കണ്ടെത്തി. കക്കോപ്രവൻ രാമൻ എൻക്ലേവിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിന് പിറകിൽ കോൺക്രീറ്റ് ടാങ്കിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം മലൻ ബേബി, ദിബിൽ CK, രാമന്തളി ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അജ്നാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പ്രതീക്ഷയുടെ ചിറകുകൾ വിരിച്ച് അവർ വീണ്ടും വിദ്യാലയമുറ്റത്തേക്കെത്തി. കളിയും ചിരിയും പുതുമയുമാർന്ന അനുഭവങ്ങളുമായി സമഗ്ര ശിക്ഷ കേരള BRC മാടായിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്പേസ് സെന്ററിന്റെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി. ചടങ്ങ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബ്ന ഉദ്ഘാടനം ചെയ്തു. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ലഭിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷവും സാമൂഹിക അനുഭവങ്ങളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ടു അച്ചീവ് ക്ലാസ് റൂം എക്സ്പീരിയൻസ് എന്ന സ്പേസ് സെന്റർ പ്രവർത്തിക്കുന്നത്. സ്പേസ് സെന്ററിലൂടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെന്റ്, സെൻസറി ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടാതെ ആഴ്ചയിലൊരു ദിവസം ഫിസിയോതെറാപ്പി സേവനവും ലഭ്യമാക്കുന്നുണ്ട്. കിടപ്പിലായ കുട്ടികൾക്ക് വീടുകളിലെത്തി വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ അനുഭവങ്ങൾ നൽകുന്നതിനോടൊപ്പം വിശാലമായ വിദ്യാലയ അന്തരീക്ഷവും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. സ്വഭാവമുള്ള വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളുടെ പ്രവേശനോത്സവത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തും സർവശിക്ഷാ അഭിയാനും BRCയുടെ നേതൃത്വത്തിൽ BRC അധ്യാപകരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി നടക്കുന്നത്. മാടായിലും പാപ്പിനിശ്ശേരിയിലാണ് ഇത്തരത്തിലുള്ളൊരു പഠനമുറിയായിട്ട് വിദ്യാലയമായിട്ട് തന്നെ ഒരു സ്കൂളിൻ്റെ മോഡലിൽ തന്നെ 2 സെൻറ്ററുകൾ ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. രക്ഷിതാക്കളുടെ മാനസിക പിന്തുണയും കുട്ടികളുടെ സമഗ്ര വളർച്ചയും ലക്ഷ്യമാക്കി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനത്തിൽ രക്ഷിതാക്കൾക്കായുള്ള തയ്യൽ പരിശീലനവും സജീവമായി തുടരുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം SKP സഖറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജയശ്രീ ടീച്ചർ, ഷിമ MV, മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ഗിരിജ, മാടായി BRC ട്രെയിനർ ജീവൻ ആനന്ദ് SA, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീഹർഷ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് കൈകാലുകൾ തളർന്നിട്ടും വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ പ്രതിസന്ധികളോട് പോരാടി വായകൊണ്ട് ക്യാൻവാസിൽ വിസ്മയം തീർക്കുകയാണ് പയ്യന്നൂർ തായനേരി സ്വദേശിയായ രവീന്ദ്രൻ. സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ MFPയിൽ അംഗത്വമുള്ള ചുരുക്കം ചില മലയാളികളിൽ ഒരാളാണ് രവീന്ദ്രൻ. 2.5 വയസ്സുള്ളപ്പോൾ പോളിയോ ബാധിച്ച് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ഒന്ന് നടക്കാനോ സ്വന്തം കൈകൾ ഉപയോഗിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാനോ വിധി അനുവദിച്ചില്ല. പക്ഷേ വിധിയുടെ ആ ക്രൂരതയ്ക്ക് മുന്നിൽ തളരാൻ ആ മനുഷ്യൻ തയ്യാറായിരുന്നില്ല. പറഞ്ഞു വരുന്നത് പയ്യന്നൂർ തായനേരിയിലെ രവീന്ദ്രൻ എന്ന കലാകാരനെ കുറിച്ചാണ്. തൻ്റെ വായു ഉപയോഗിച്ചുകൊണ്ട് അസാധ്യമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആ മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. വരൂ. ഞങ്ങളെയും കാത്ത് വീടിന്റെ വരാന്തയിലിരിക്കുന്നുണ്ടായിരുന്നു രവിയേട്ടൻ. അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു അത്ഭുത ലോകത്തേക്കായിരുന്നു. അവിടെ ഞങ്ങൾ കണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങൾ, മനോഹരമായ പോർട്രേറ്റുകൾ, ജീവൻ തുടിക്കുന്ന കണ്ണുകളുള്ള ചിത്രങ്ങൾ. ഈ ക്യാൻവാസുകളിലേക്ക് നോക്കുന്ന ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. കാരണം ഈ ചിത്രങ്ങളെല്ലാം പിറവിയെടുത്തത് വിരൽത്തുമ്പുകളിൽ നിന്നല്ല, പകരം വായ്ക്കുള്ളിൽ ഉറപ്പിച്ചു നിർത്തിയ ബ്രഷിലൂടെയാണ്. ഞാനിപ്പോൾ കൈകൊണ്ട് വരച്ചതാണല്ലോ ചെറുപ്പകാലത്ത്. ഞാൻ 12 വയസ്സിൽ വീണതിന് ശേഷം ശരീരം മൊത്തം തകർച്ചയായി. എന്നിട്ട് ഞാൻ കൈകൊണ്ട് ചെയ്തതാണ്, വർക്ക് ചെയ്തതാണ്, വരക്കലും ചെയ്യും. പിന്നെ കൂടുതൽ വയസ്സ് ഒരു 20-25 ആകുമ്പം എൻ്റെ കൈ തന്നെ എനിക്ക് ഭയങ്കര വെയിറ്റ് കുറവ് തോന്നി. കൈ ചലിപ്പിക്കാനോ കൈ നീട്ടാനോ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോൾ നമുക്ക് ഈ ചിത്രങ്ങളുടെ അതിയായ ഒരു താല്പര്യം ചെയ്യും. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഈ ചിത്രം വരെ ചെറുപ്പത്തിൽ വരക്കുന്നുണ്ട്. അപ്പൊ അത് എപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് വയ്യാകെ വരുമ്പോൾ നമുക്ക് അതിനോട് വെല്ലുവിളി പോലെ തോന്നും. എന്തായാലും അതൊന്ന് വരക്കണം എന്നുള്ള ഒരിത്, കൈ കൊണ്ടെങ്കിൽ അല്ലെങ്കിൽ വായ കൊണ്ടൊന്നും വരക്കണം എന്നുള്ള ഒരിത്. പിന്നെ അസോസിയേഷന്റെ കാർഡ് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഗ്രീറ്റിംഗ് കാർഡ്. ഇങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്നുള്ളത്. അതായത് ഇങ്ങനെ അവസരമായ കലാകാരന്മാർക്ക് ഇങ്ങനെയും പെയിന്റിങ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. അങ്ങനെ എൻ്റെ അളിയൻ കുറച്ച് ഗ്രീറ്റിംഗ് കാർഡ് എനിക്ക് കൊണ്ടുതന്നു, ഇങ്ങനെ അയച്ചു. അപ്പൊ അങ്ങനെ അതിൽ വന്ന ഇതിന്റെ വിവരങ്ങളൊന്നും എനിക്ക് എന്താന്ന് എഴുതുമെന്ന് ഒന്നും അറിയില്ല. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടോന്ന് ആ കാർഡിൽ മൂലം അങ്ങനെ അറിഞ്ഞല്ലാണ്ട് പിന്നീട് എൻ്റെ വളർച്ചയ്ക്ക് ഞാൻ ഈ അസോസിയേഷനിലേക്ക് വരാൻ കാരണം കുഞ്ഞുമങ്ങത്തെ KT മാഷാണ്, നാരായണ മാഷ്.
2.5 വയസ്സുള്ളപ്പോഴാണ് പോളിയോയുടെ രൂപത്തിൽ വിധി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴ്ത്തുന്നത്. കൈകാലുകളുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പലരും വിധിയെഴുതി. എന്നാൽ കണ്ണീരൊഴുക്കി കാലം കഴിക്കാൻ രവീന്ദ്രൻ തയ്യാറായിരുന്നില്ല. തൻ്റെ ഉള്ളിലെ ചിത്രകാരനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇന്ന് അദ്ദേഹം സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള അസോസിയേഷൻ ഓഫ് മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റ് ആർട്ടിസ്റ്റിന്റെ അംഗം കൂടിയാണ്. ഇത് കേരളത്തിൽ അപൂർവം ചിലർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരം കൂടിയാണ്. ചെറുപ്പത്തിൽ നോക്കി വരയ്ക്കുന്ന ഒരു ശീലം വന്നു. അതായത് അധികം ഫോട്ടോസാണ് ഞാൻ അധികം ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോസ് ചെയ്യുമ്പോൾ പിന്നെ ഈ മരിച്ചവരുടെ ഫോട്ടോ, പിന്നെ നടന്മാരുടെ ഫോട്ടോ, ഇങ്ങനെ നേതാക്കന്മാരുടെ ഫോട്ടോസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ നോക്കി നോക്കി ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അതിലേക്ക് തന്നെ വന്നു പോയി നമ്മൾ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ക്ലാസ് പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചിത്രകല പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ ഫോട്ടോ മാഗസീൻ ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ കുറേ പെയിന്റിങ്സ് എൻ്റെ ഇഷ്ടപ്പെട്ട കളർ കൊണ്ട് അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ വരച്ച് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ സ്വയം കുറച്ച് കൈവിലാക്കിയതാണ്. പിന്നെ അതിനുശേഷം നാരായണ മാഷ് പരിചയപ്പെട്ടു. മാഷ് വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഇതിൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റുമോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാഷ് ഞാൻ പിന്നെ കൈക്ക് തീരെ വയ്യ, ഞാൻ വായയുടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഷ് നിർബന്ധിച്ച് നിർദ്ദേശപ്രകാരം ഗണേശേട്ടനെ കണ്ട് സംസാരിച്ചു. കൈകൾ വഴങ്ങാത്ത ലോകത്ത് വായിക്കൊണ്ട് ബ്രഷുകൾ ചലിപ്പിച്ചു തുടങ്ങി രവിയേട്ടൻ. ആദ്യമൊക്കെ കഠിനമായ വേദനയും പ്രയാസങ്ങളുമായിരുന്നു. എന്നാൽ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം ക്യാൻവാസിനെ കീഴടക്കി. ഇന്ന് കാണുന്ന ഓരോ മനോഹര ചിത്രത്തിന് പിന്നിലും വർഷങ്ങളുടെ കണ്ണീരും അതിലേറെ ദൃഢനിശ്ചയവുമുണ്ട്. വൈകല്യം എന്നത് മനസ്സിലാണ്, ശരീരത്തിനല്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ കലാകാരൻ. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന ഏവർക്കും രവീന്ദ്രന്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് കൊടുമുടിയും കീഴടക്കാമെന്ന് ഈ ചായക്കൂട്ടുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിഷ്വൽ ജേർണലിസ്റ്റ് ആശിഷ് കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഫുട്ബോൾ ആവേശം ഉയരുമ്പോൾ പുതിയങ്ങാടി ബീച്ച് റോഡിൽ പ്രിയ താരങ്ങളുടെ ചുമർചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയനാവുകയാണ് മാട്ടൂൽ സ്വദേശി അജൽ സാകേത്. റൊണാൾഡോ, മെസ്സി, നെയ്മർ എന്നീ താരങ്ങളുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലായത്. നാടെങ്ങും ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പുതിയങ്ങാടിയിലാണ്, തീരദേശ മേഖലയായ പുതിയങ്ങാടിയിൽ. ഒരുപക്ഷെ എല്ലായിടത്തും ഫ്ലക്സ് കൊണ്ട് നമ്മുടെ താരങ്ങളും അതുപോലെ തന്നെ കളിക്കളങ്ങളൊക്കെ ആരവത്തെക്കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ ഇവിടെ വലിയൊരു ചുവർ ചിത്രം വരച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്ത് മാതൃകയാവുകയാണ്. നമസ്കാരമുണ്ട്. പേരെന്താ? അജൽ സാകേത്. അതെ, അജൽ സാകേതാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ആരുടെയൊക്കെ ചിത്രങ്ങളാണ് വരച്ചിരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞേ? നെയ്മർ, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ. 3 പേരുടെ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. എന്ത് മീഡിയത്തിലാണ് ഇത് വരച്ചിരിക്കുന്നത്? ഇത് എമൽഷൻ പെയിന്റ് വെച്ചിട്ടാണ് ചെയ്തത്. നോർമലി അങ്ങനെ ചെയ്യാറ്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇങ്ങനൊരു എല്ലായിടത്തും ഫ്ലക്സുകളും മറ്റാണ് വരുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം വരക്കണം തോന്നിയത്? അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഒരു പിക്ചർ വരക്കണം. അതിന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് വരച്ചാണ്. അധികവും പേപ്പറിൽ അങ്ങനെയല്ല വരക്കാറ്. ഞാൻ മാറ്റി ചിന്തിച്ച് ഇങ്ങനെ വരക്കാനുണ്ട്. ആരൊക്കെയായിരുന്നു ഇതിന് സപ്പോർട്ട് ചെയ്ത്? ആരൊക്കെയാണ് ഇങ്ങനെ വരക്കാന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്ത്? എന്റെ ഫ്രണ്ട്, ഇവനാ നല്ലോണം എന്നെ സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് വൈറലാകാൻ കാരണം വിഷ്ണു ദേവ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇത് പ്രൊമോട്ട് ചെയ്തത് അദ്ദേഹം. അവർക്ക് നന്ദി, എല്ലാവർക്കും നന്ദി പറയാണ് ഈ നിമിഷത്തിൽ. അപ്പൊ ഇപ്പോ ചാനലുകളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ? ഇവരുടെ സുഹൃത്തുക്കൾ കൂടി ഉണ്ട്. ഇവരൊക്കെ ഫുട്ബോൾ ആവേശത്തിലാണ്. എന്താണ് പറയേണ്ടത്? കളി കാണാൻ നമുക്ക് ആര് ജയിക്കും നോക്കാം. ആരാണ് കപ്പെടുക്കുക? ഞാൻ മെസ്സി ഫാനാണ്. അർജന്റീന കപ്പെടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. അർജന്റീന കപ്പെടുക്കും അല്ലെ? പേരെന്താ? ഇല്ല. ആരാണ് കപ്പെടുക്കുക? നമ്മള് ബ്രസീൽ ഫാനാണ്. എന്തായാലും ബ്രസീൽ തോക്കുന്ന പറയുന്നത്. ശരി. എന്താ പേരെന്താ? യാസിൻ. യാസിൻ. യാസിൻ എന്താണ് പറയാനുള്ളത്?
തീർച്ചയായും ലോകകപ്പിന്റെ ഭാഗമായിട്ട് അതിൽ വരച്ചൊരു ചിത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. വരച്ചപ്പോൾ അതൊരു വീഡിയോ ഒക്കെ വന്നു, ഇൻസ്റ്റയിൽ ഇപ്പോൾ വൈറലായപ്പോൾ പിന്നെ ഒരുപാട് ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇവനെ തേടി ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പം അവനക്ക് കട്ട സപ്പോർട്ട് പിന്തുണയുമായി നമ്മൾ സുഹൃത്തുക്കളും ഉണ്ട്, നാട്ടിലെല്ലാവരും അവനക്ക് പിന്തുണയായിട്ടുണ്ട്. ഇനി കപ്പ് ആര് അടിക്കും എന്നുള്ളതല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഈ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്, എന്തായാലും വളരെയധികം ഭംഗിയായിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി സാധിക്കട്ടെ. നമ്മുടെ ഫുട്ബോൾ കളിയിൽ ആര് ജയിച്ചാലും നമ്മുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്. ട്രോളിംഗ് കാലത്ത് ഗുണമേന്മയുള്ള മത്സ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ മൺസൂൺ മത്സ്യ സമൃദ്ധി പദ്ധതിയിലൂടെ വിളവെടുപ്പിന് കൗവായിക്കായലിൽ തുടക്കമിട്ടു. വലിയ പറമ്പ് പഞ്ചായത്തിലെ മാടക്കാലിൽ പവിത്രൻ എന്ന കർഷകന്റെ പച്ചക്കാലൻ ഞണ്ട് വിളവെടുപ്പാണ് നടത്തിയത്. പൊതുജനങ്ങൾക്ക് ട്രോളിംഗ് സമയത്ത് ഗുണമേന്മയുള്ള മത്സ്യം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി മത്സ്യകർഷകൻ വലിയ പറമ്പ് മാടക്കാലിലെ പവിത്രന്റെ നേതൃത്വത്തിൽ ഇറക്കിയ ഞണ്ട് ഫാറ്റനിംഗ് യൂണിറ്റിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ 4 ഞണ്ട് ഫാറ്റനിംഗ് യൂണിറ്റുകളാണ് നടത്തിവരുന്നത്. മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ശേഖരിക്കുന്ന വാട്ടർ ക്രാബ് പൊതുജലാശയങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കിയ ഡ്രമ്മുകളിൽ നിക്ഷേപിച്ച് പരമാവധി 40 ദിവസങ്ങളിൽ തീറ്റ നൽകി മഡ് ക്രാബാക്കി മാറ്റുന്ന ഞണ്ട് ഫാറ്റനിംഗ് കൃഷി കൗവായിക്കായലിലും വ്യാപകമാക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. തൊഴിലാളികളിൽ നിന്നും 500 രൂപ നിരക്കിൽ ശേഖരിക്കുന്ന വാട്ടർ ഞണ്ട് മഡ് ക്രാബായി മാറുമ്പോൾ കർഷകന് കിലോയ്ക്ക് 3000 രൂപ വരെ ലഭിക്കുന്നുവെന്നത് കൂടുതൽ കർഷകർ രംഗത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് പ്രൊജക്ട് പ്രകാരം 1,50,000 രൂപ ചിലവ് വരുന്ന ഈ പദ്ധതിക്ക് 40% സബ്സിഡിയും ലഭിക്കുന്നുണ്ട്. മാടക്കാലിൽ നടന്ന പച്ചക്കാലൻ ഞണ്ട് വിളവെടുപ്പ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ ഷീബ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കെ മുഹമ്മദ് റാഫി, ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ടി വി സുജിത്, പി വി പ്രീത എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വയലുകളിലെ ഞാറ്റടികൾ മയിലുകൾ നശിപ്പിക്കുന്നത് കാരണം കർഷകർ കടുത്ത നിരാശയിൽ. കാലാവസ്ഥാ വ്യതിയാനം, നെല്ലിന്റെ വിലയില്ലായ്മയും മൂലം നട്ടം തിരിയുന്ന കർഷകർക്ക് മയിലുകളുടെ ആക്രമണം കൂടിയാകുമ്പോൾ ഇരുട്ടടിയാവുകയാണ്. വയലുകളിലെ ഞാറ്റടികൾ മയിലുകൾ നശിപ്പിക്കുന്നു. കർഷകർ കടുത്ത നിരാശയിലാണുള്ളത്. ഒന്നാം വിള കൃഷിക്ക് വേണ്ടി വയലുകളിൽ നട്ട ഞാറ്റടിയാണ് മയിലുകൾ കൊത്തിത്തിന്ന് നശിപ്പിക്കുന്നത്. അപ്പോൾ ആ ഷീറ്റ് ഞാറിട്ട ആ രീതിയിലാണ് നമ്മൾ ഈ ഞാറിട്ടാണെങ്കിൽ നമുക്ക് ഈ ശല്യം വന്നത്, മയിലിൻ്റെ ശല്യം വന്നിട്ട് ഇതെല്ലാം നമുക്ക് ഈ പൊത്തിയതെടുത്താൽ ഒരു വിരലിൻ്റെ നീളത്തിൽ മുളക്കുന്ന ആ ടൈമിലാണ് ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് എല്ലാം കളയുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും നെല്ലിന്റെ വിലയില്ലായ്മയും മൂലം നട്ടം തിരിയുന്ന കർഷകർക്ക് മയിലുകളുടെ ആക്രമണം കൂടിയാകുമ്പോൾ ഇരുട്ടടിയാവുകയാണ്. കോട്ടൂർ വയൽ പാടശേഖരത്തിൽ NB സുരേശൻ തയ്യാറാക്കിയ ഞാറ്റടി പകുതിയോളം മയിലുകൾ നശിപ്പിച്ചു. 90 കിലോ ഉമ വിത്താണ് ഇദ്ദേഹം ഞാറ്റടിക്കായി ഉപയോഗിച്ചത്. പ്ലാസ്റ്റിക് ഷീറ്റിൽ മണ്ണ് നിരത്തി അതിൽ വിത്തിട്ടാണ് ഞാറ്റടി തയ്യാറാക്കിയത്. ഒന്നാം വിളയ്ക്ക് ഇങ്ങനെ തന്നെയാണ് ഞാറ്റടി തയ്യാറാക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ ഞാറ്റടിയാണ് മയിലുകൾ നശിപ്പിച്ചത്. മറ്റു പാടശേഖരങ്ങളിലും ഇതേ രീതിയിൽ മയിലുകൾ ഞാറ്റടി നശിപ്പിച്ചിട്ടുണ്ട്. മഴ കൃത്യമായി എത്തി നെൽകൃഷിക്ക് അനുകൂലമായ സാഹചര്യത്തിലായപ്പോൾ ഏറെ സന്തോഷത്തിലായിരുന്ന കർഷകർ മയിലുകൾ ഞാറ്റടി നശിപ്പിക്കുന്നതോടെ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓണക്കുന്ന് പേരളം മുക്കുവളവിൽ പഴയ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡുകളും ഹമ്പും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതു നിമിഷവും വലിയൊരു ദുരന്തം സംഭവിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് ഓണക്കുന്ന് മാത്തിൽ തൃക്കരിപ്പൂർ റോഡിലെ പെരളമുക്ക് വളവ്. കരിവള്ളൂർ രവി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സൈക്കിളിലും കാൽനടയായും പോകുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളും പഞ്ചായത്ത്, വില്ലേജ് ഓഫീസുകൾ, കൃഷിഭവൻ, ബാങ്കുകൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന പൊതുജനങ്ങളും ജീവൻ കയ്യിൽ പിടിച്ചാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു സെൻ്ററായിരുന്നു. ഈ സെൻ്ററിൽ ഉടനെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടെങ്കിൽ വലിയൊരു അപകടം വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികൾ സൈക്കിളിലാണ് ഇവരെല്ലാം പോകുന്നത്. തുടർച്ചയായി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന ഈ പ്രദേശത്ത് നിലവിൽ അപകട സൂചന നൽകുന്ന മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. വളവിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന പേരാൽമരം കാരണം 3 ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പരസ്പരം കാണാൻ സാധിക്കാത്തതാണ് പ്രധാന വില്ലൻ. ഇതൊരു അപകട സാധ്യതയുള്ള സ്ഥലമാണ്. സ്ഥിരമായിട്ട് ഇവിടെ അപകടം നടക്കുന്നുണ്ട്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നില്ല സ്കൂളിൽ വരുന്നത്.
അപ്പോൾ ഇവിടെ അതിനായ ഒരു സജ്ജീകരണം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആലമരത്തിന്റെ ചുവട്ടിലുണ്ടായിരുന്ന തട്ടുകട അധികൃതരുടെ ഇടപെടൽ മൂലം പിറകിലോട്ട് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ മുൻപുണ്ടായിരുന്ന കോൺവെക്സ് മിററും ഇപ്പോൾ കാണാനില്ല. ഈ സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ പെരളമുക്കിൽ അടിയന്തരമായി പോലീസ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡിൽ ബമ്പുകൾ നിർമ്മിച്ച് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥിയായ അനന്തു രമേശന്റെ ചിത്രശില്പ പ്രദർശനത്തിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടക്കമായി. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം വി കുഞ്ഞികൃഷ്ണൻ MLA നിർവഹിച്ചു. ചെമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ 2ാം വർഷ KGCE ഫൈൻ ആർട്സ് ആൻഡ് ആനിമേഷൻ വിദ്യാർത്ഥി ആർട്ടിസ്റ്റ് അനന്തു രമേശന്റെ 30ഓളം ചിത്രശില്പങ്ങളുടെ പ്രദർശനം മാജിക്കൽ കളേഴ്സ് എന്ന പേരിൽ പയ്യന്നൂർ ഗാന്ധി പാർക്ക് ലളിതകലാ ആർട്ട് ഗ്യാലറിയിൽ പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാകാത്ത അവസ്ഥയും ഒരു സാധാരണ ആസ്വാദകൻ എന്ന നിലയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ചിത്രകല മറ്റു കലകളെ പോലെ തന്നെ വലിയ തോതിൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കത്തക്ക നിലയിലുള്ള സമീപനങ്ങൾ ഔദ്യോഗികമായി അനൗദ്യോഗികമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രവീന്ദ്രൻ തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ശില്പകല അക്കാദമി. പ്രൊഫസർ ഡോക്ടർ ബാലകൃഷ്ണൻ വള്ളിയോട് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ അധ്യക്ഷത വഹിച്ചു. M പവിത്രൻ, PP ഷാജി, PV മനോഹരൻ, രാമകൃഷ്ണൻ, സന്തോഷ് കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ ആശംസ അറിയിച്ച് സംസാരിച്ചു. ആർട്ടിസ്റ്റ് അനന്തു രമേശൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാഹിതീയം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീഹരി മാഷ് ഓർമ്മയുടെ സ്നേഹാഞ്ജലി സംഘടിപ്പിച്ചു. വൈശാഖ സുഗുണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാഹിതീയം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീഹരി മാഷ് ഓർമ്മകളുടെ സ്നേഹാഞ്ജലി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീഹരി മാഷിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും അനുസ്മരിച്ചുകൊണ്ടായിരുന്നു പരിപാടി. സ്കൂൾ പ്രിൻസിപ്പാൾ K ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് N രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് വൈശാഖ് സുഗുണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എന്നെ പഠിപ്പിക്കാത്ത ഒരു അധ്യാപകനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. പഠിപ്പിച്ച ഓർമ്മകളുള്ള അഭിരാമിയുടെ വന്നിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു അധ്യാപകൻ എത്രത്തോളം മറ്റ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണത്തെയും നേടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ സയൻസുള്ളവരുണ്ടാവും, ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ഒക്കെയുള്ള ആൾക്കാരുണ്ടാവും. അതാത് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ കണ്ടാൽ ഒരു ബഹുമാനമോ ഒക്കെ ഉണ്ടാകും. പക്ഷെ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന അധ്യാപകരോട് എത്രമാത്രം ബന്ധമുണ്ടാകും. തുടർന്ന് റിട്ടയർഡ് പ്രിൻസിപ്പാൾ AJ മാത്യു, റിട്ടയർഡ് ലെക്ചറർ ഡോക്ടർ TV സത്യൻ, ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് സന്ധ്യ CP, സിനിമാ താരവും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ അഭിരാമി ഭാർഗവൻ എന്നിവർ ശ്രീഹരി മാഷിനൊപ്പമുള്ള അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു. വിദ്യാർത്ഥികളായ മയൂഖ് PV, ആദിത്യൻ K, ദേവാഞ്ജന പ്രമോദ്, അമേയ ദിനേശ് KV എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ശ്രീഹരി മാഷിന്റെ വ്യക്തിത്വവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും വിവിധ പ്രഭാഷകർ അനുസ്മരിച്ചു. പ്രിൻസിപ്പാൾ K ജയചന്ദ്രൻ, സാഹിതീയം കൺവീനർ അഞ്ജലി PV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കാനായിലെ തോട്ടംകടവിൽ കാൻസിറ്റി സ്ഥാപിച്ച 46 അടി ഉയരമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കട്ടൌട്ട് ശ്രദ്ധേയമാകുന്നു. ഡ്രീംസ് കം ട്രൂ എന്ന സന്ദേശത്തോടെയാണ് കട്ടൌട്ട് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് ട്രോഫി ഉയർത്തുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന സന്ദേശവുമായി കാനായിലെ തോട്ടംകടവിൽ 46 അടി ഉയരമുള്ള റൊണാൾഡോ കട്ടൌട്ട് സ്ഥാപിച്ചു. കാൻസിറ്റി ആരാധക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കട്ടൌട്ട് ഒരുക്കിയത്. ഡ്രീംസ് കം ട്രൂ എന്ന സന്ദേശവുമായി ഒരുക്കിയ കട്ടൌട്ട് ഫുട്ബോൾ ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
സമസ്തയ്ക്ക് മുൻപും കേരളത്തിൽ ഉലമാക്കളുടെ ദീനി പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നുവെന്ന് കേരള ഓർഫണേജ് കൺട്രോൾ ബോർഡ് ചെയർമാനും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയുമായ എൻ അലി അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. ചെറുവത്തൂരിൽ നടന്ന കേരള മുസ്ലിം ജമാഅത്ത് തൃക്കരിപ്പൂർ സോൺ പ്രമേയ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പ്രഭാഷണ പരിപാടി നടന്നത്. 100 പ്രകാശവർഷങ്ങൾ എന്ന ശീർഷകത്തിലാണ് സമസ്ത സെന്റിനറിയുടെ ഭാഗമായി സോൺ പ്രമേയ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് AB അബ്ദുള്ള മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമസ്തയ്ക്ക് മുമ്പും കേരളത്തിൽ ഉലമാക്കളുടെ ദീനി പ്രവർത്തനവും അതിന്റെ തുടക്കം എന്ന് തൊട്ടെന്ന് ചോദിച്ചാൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാലം മുതൽ എന്നാണ് അതിന്റെ സ്വഹാബത്തിന്റെ സാന്നിധ്യം കൊണ്ടും അവരുടെ നേതൃത്വം കൊണ്ടും അവരുടെ ദഅവത്ത് കൊണ്ടും കേരളീയ സമൂഹം അനുഗ്രഹീതമായി. ആ ആദ്യകാലത്തെ ആത്മീയവും ഭൗതികവും ധാർമ്മികവുമായ പാരമ്പര്യ വഴിയിലൂടെയാണ്. സോൺ പ്രസിഡന്റ് MD അബ്ദുൽ ജലീൽ സഖാഫി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് സൈഫുല്ല സആദി പ്രാർത്ഥന നടത്തി. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് ആദർശ പ്രഭാഷണം നടത്തി. സോൺ സെക്രട്ടറി T നൌഷാദ് മാസ്റ്റർ, യൂസഫ് മദനി, MDP ഇസ്മയിൽ സആദി, ഷാഹിദ് പെട്ടിക്കുണ്ട്, MDP ഷക്കീർ മാസ്റ്റർ, MA അബ്ദുൽ വഹാബ്, അഹമ്മദ് K മാണിയൂർ, EK അബൂബക്കർ, VN ഇസ്മയിൽ ഹാജി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ കരിങ്കുഴി പാലത്തിൽ വിള്ളൽ. 5ഓളം സ്ഥലങ്ങളിൽ കുറുകെ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് യാത്രക്കാർക്ക് ഭീഷണിയുണർത്തുന്നു. 1 നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള പാലമാണ് പയ്യന്നൂർ ചെറുപുഴ റോഡിലെ കാങ്കോൽ കരിങ്കുഴി പാലം. പാലത്തിന്റെ രണ്ടരികുകളിലും വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണിപ്പോൾ. മണ്ണ് താഴ്ന്നു പോകുന്നതാകാമെന്നും അനുമാനമുണ്ട്. മണ്ണ് താഴുന്നതാണെങ്കിലും ടൺ കണക്കിന് ഭാരം കയറ്റി വരുന്ന വലിയ ലോറികളും ബസ്സുകളും കടന്നു പോകുന്ന റോഡാണിത്. മണ്ണ് വീണ്ടും താഴ്ന്നേക്കാം. പാലത്തിൽ തന്നെ 3ഇടത്ത് കുറുകെ വിള്ളൽ വീണിരിക്കുന്നതും കാണാം. അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് ശ്രദ്ധ തിരിച്ച് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. PWD അധികൃതർ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല എങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഹരിതകർമ്മസേന സംരംഭം സൗഹൃദ ഹരിതമംഗല്യം താമരംകുളങ്ങരയിൽ ആരംഭിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ സ്വയം തൊഴിൽ സംരംഭം ഗ്രൂപ്പ് പ്രൊജക്ട് പ്രകാരം ഹരിതകർമ്മസേനയിലെ 4 വനിതകൾ ചേർന്ന് സൗഹൃദ ഹരിതമംഗല്യം എന്ന സംരംഭം 15ാം വാർഡിൽ താമരംകുളങ്ങരയിൽ ആരംഭിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിനെ സീറോ വേസ്റ്റ് കുഞ്ഞിമംഗലമാക്കി മാറ്റുന്നതിന് വേണ്ടി ആരംഭിച്ച ഈ സംരംഭം ഈ പ്രദേശത്ത് ഡിസ്പോസിബിൾ വസ്തുക്കളുടെ ഉപയോഗം മുഴുവനായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. 10 പേർ കൂടുന്ന പരിപാടികൾക്ക് പോലും അതാതു വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളോട് ആവശ്യപ്പെട്ടാൽ വീട്ടുപടിക്കൽ എത്തിക്കുന്ന രീതിയിലാണ് സംരംഭത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരപ്രദേശങ്ങളിലെയും ജനങ്ങൾക്കും സേവനം ലഭ്യമാണ്. M വിജിൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷത വഹിച്ചു. VO റായപ്പൻ സ്റ്റാൻലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സതീശൻ പുളുക്കു, P വിജയലക്ഷ്മി, MV ദീപു, K സതീശൻ, C രജനി, KM സോമൻ, VV മനോജ് കുമാർ, ജയശ്രീ, P പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഒയോളം വലിയ പൊയിലിൽ ആസാം വാള മത്സ്യകൃഷി വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യലഭ്യത ഉറപ്പുവരുത്താനും വിഷരഹിത മത്സ്യം ലഭ്യമാക്കുന്നതിനുമായി കണ്ണൂർ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൺസൂൺ മത്സ്യസമൃദ്ധി 2026 പരിപാടിയുടെ ഭാഗമായി മാടായി മത്സ്യഭവന്റെ പരിധിയിലുള്ള കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ രാധാപ്രഭാകരന്റെ മത്സ്യകൃഷി ഫാമിൽ മൺസൂൺ കാല മത്സ്യകൃഷി ആസാം വാള വിളവെടുപ്പ് നടന്നു. വിളവെടുപ്പിൽ 40 കിലോഗ്രാം മത്സ്യം ലഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മത്സ്യം അവർക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ വിവിധോദ്ദേശ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താൻ പറ്റും. അതിൻ്റെ കൃഷി, അതിൻ്റെ വിപണനം,
ഒക്കെ അതിനിടയിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭമായിട്ട് ഇത് മാറുന്നുണ്ട്. വാർഡ് മെമ്പർ സജിനി കെ ചടങ്ങിൽ അധ്യക്ഷയായി. അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആസിഫ് എസ്, കൃഷി ഓഫീസർ അനുഷ AR, മാടായി മത്സ്യഭവൻ ഓഫീസർ ആശ CV, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ തമ്പായി M, അഷിത LR, അഖിൽ K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 7 വർഷമായി മത്സ്യകൃഷി ചെയ്യുന്ന കർഷകയാണ് രാധാ പ്രഭാകരൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരളത്തിലെ സർക്കാർ UP സ്കൂളിലെ രണ്ടാമത്തെ AI റോബോട്ടിക് ലാബ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ ഒരുങ്ങി. ലാബിന്റെ ഉദ്ഘാടനം ജൂൺ 16 രാവിലെ 11 മണിക്ക് M. വിജിൻ MLA നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ സർക്കാർ UP സ്കൂളിലെ രണ്ടാമത്തെ AI റോബോട്ടിക് ലാബ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ ഒരുങ്ങി. 2026 ജൂൺ 16 രാവിലെ 11 മണിക്ക് M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ടും നോർത്ത് അമേരിക്കൻ മലയാളി അസോസിയേഷൻ നന്മയുടെ സഹായത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. തിരൂർ ആസ്ഥാനമായ കൊക്കോസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇതിനുള്ള സാങ്കേതിക സഹായം നൽകിയത്. നഗര ഗ്രാമീണ മേഖലകളിലെ സാങ്കേതിക വിദ്യാ വിടവ് കുറച്ച് എല്ലാ കുട്ടികൾക്കും ഈ നൂതന സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത AI പഠന പ്ലാറ്റ്ഫോമും ലോകോത്തര നിലവാരമുള്ള പാഠപുസ്തകങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഈ പാഠ്യപദ്ധതി ഗണിതം, ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെ ബന്ധിപ്പിച്ച് കുട്ടികളിൽ യുക്തിപരമായ ചിന്തയും ശാസ്ത്രീയ മനോഭാവവും വളർത്താൻ സഹായിക്കുന്നതോടൊപ്പം AI-യെക്കുറിച്ച് അറിവുള്ളവർക്ക് വളർന്നുവരുന്ന തൊഴിൽ മേഖലകളിൽ ശോഭിക്കാൻ സാധിക്കുമെന്നും റോബോട്ടിക്സ് ലാബുകളിലൂടെ ലഭിക്കുന്ന പ്രായോഗിക പരിശീലനം കുട്ടികളെ അവരുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുമെന്നും ഈ സംരംഭം വിദ്യാർത്ഥികളെ പരീക്ഷകൾക്ക് മാത്രമല്ല ജീവിതത്തിനും സജ്ജരാക്കി അവരെ ഭാവിയിലേക്ക് ഒരുക്കുകയും മികച്ച ഒരു ലോകം സൃഷ്ടിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുമെന്നും M. വിജിൻ MLA പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ M. വിജിൻ MLA, കൊക്കോസ് ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ സൂരജ് രാജൻ, പ്രധാനാധ്യാപകൻ MV വിനോദ് കുമാർ, PTA പ്രസിഡന്റ് U. സത്യൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.